എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് അബ്രീവിയേഷൻസിനെ പറ്റിയാണ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ഫോംസ് ആണ്. കുറേയധികം ആൽഫബറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് തരും. അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. നമുക്ക് ഓരോരോ എക്സ്പാൻഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും പഠിച്ചു പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ BPSൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. BPS ആദ്യം നമ്മൾ തെറ്റിക്കാനായി ബൈറ്റ്സ് പെർ സെക്കൻഡ് തന്നെയാണ് ആദ്യത്തെ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത്. BPS കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. എന്നാൽ BPSന് ബൈറ്റ്സ് പെർ സെക്കൻഡ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് BPSൻ്റെ ഫുൾ ഫോം. BPSനെ പറ്റി ഒരു കാര്യം കൂടി അറിയേണ്ടത്, അത് ട്രാൻസ്മിഷൻ സ്പീഡിൻ്റെ, ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡിൻ്റെ മെഷറാണ്. എത്ര ഡേറ്റയാണ് ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ എത്ര ബിറ്റാണ് പാസ് ചെയ്തു പോയത്, ഇതാണ് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്തു, അതാണ് BPS, ബിറ്റ്സ് പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ ബേസിക്കിൻ്റെ എക്സ്പാൻഷൻ എന്താണ് എന്നുള്ളതാണ്. ബേസിക് എന്താണ് എന്നും അറിഞ്ഞിരിക്കണം, അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് തന്നിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഓപ്ഷൻ മനസ്സിൽ വരുന്നുണ്ടോ? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ബേസിക്കിൻ്റെ ഫുൾ ഫോം ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ ബിഗിനേഴ്സ്. ഈ ബേസിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ബേസിക് എന്ന് എഴുതാനൊരു ടെൻഡൻസി വരും. അതല്ല, ബിഗിനേഴ്സ് ആണ്. ബിഗിനേഴ്സിന് എല്ലാ ഇൻസ്ട്രക്ഷൻ കോഡ്സും, സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്സ്, കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെല്ലാം തന്നെ ഇൻസ്ട്രക്ഷൻ കോഡ്സ് ആണ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്സിൻ്റെ ഷോർട്ട് ഫോമാണ് ബേസിക്. ബേസിക്കിനെ പറ്റി ഒരു പോയിൻറ്റും കൂടി അറിഞ്ഞിരിക്കുക. ബേസിക് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്തും ബേസിക് ഉപയോഗിക്കുന്നുണ്ട്. എന്ത് ബേസിക്കാണ്? വിഷ്വൽ ബേസിക്. വിഷ്വൽ ബേസിക്കിൻ്റെ ഉപയോഗം എവിടെയാണ്? മാക്രോസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് വിഷ്വൽ ബേസിക് ഉപയോഗിച്ചിട്ടാണ്. അതുകൂടി അറിഞ്ഞിരിക്കുക. വേർഡിനകത്തും പവർ പോയിൻറ്റിനകത്തും എല്ലാം മാക്രോസ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയിരിക്കുന്നത് വിഷ്വൽ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ബേസിക്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ബേസിക്കിൻ്റെ ഫുൾ ഫോം അറിയണം. വിഷ്വൽ ബേസിക്കാണ് മാക്രോയുടെ ഇംപ്ലിമെൻറ്റേഷന്. ബേസിക് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അടുത്തത് അറിയേണ്ടത് ARPയുടെ എക്സ്പാൻഷനാണ്. ARP എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് അഡ്രസ്സാണ് എന്ന് തോന്നുന്നു നിങ്ങൾക്ക്? ARPയുടെ ഫുൾ ഫോം ആണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഈ IP അഡ്രസ്സിനെ മെഷീൻ അഡ്രസ്സായിട്ട്, അതായത് ഹാർഡ്വെയർ അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 123.232. എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് IP അഡ്രസ്സ്. നമ്മുടെ കയ്യിൽ ഒരു IP അഡ്രസ്സ് കിട്ടിയാൽ അത് ഏത് മെഷീനിൻ്റെ ആണ് എന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് അല്ലെങ്കിൽ MAC അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. MAC അഡ്രസ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? മീഡിയ ആക്സസ് കൺട്രോൾ. മീഡിയ ആക്സസ് കൺട്രോൾ ആണ് MAC. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നെറ്റ്വർക്കിങ്ങിനകത്ത് വരുന്ന ടേംസ് ആണ് ഇതെല്ലാം. എന്നാലും നിങ്ങൾ പഠിക്കേണ്ടത് മീഡിയ ആക്സസ് കൺട്രോളിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കുന്നത് MAC അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ്സിനെ പറയുന്ന പേരാണ് MAC അഡ്രസ്സ്. ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരെണ്ണം കൂടി പഠിക്കുക, RARP. RARP എന്ന് പറഞ്ഞാൽ റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. നേരത്തെ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്താ ചെയ്തത്? IP അഡ്രസ്സ് കൊടുത്തപ്പോൾ MAC അഡ്രസ്സ് എടുത്തിട്ട് വന്നു. ഇവിടെ നേരെ റിവേഴ്സ് ആണ്. അതായത് MAC അഡ്രസ്സ്, എനിക്ക് മെഷീനിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് വരാൻ വേണ്ടി ഉപയോഗിക്കുന്നത് RARP, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അടുത്തത് ANSIയുടെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ്, ഏഷ്യൻ നേഷൻ സ്റ്റാൻഡേർഡ്. നമുക്ക് എക്സാം ഹാളിൽ കൺഫ്യൂഷൻ വരാവുന്ന രീതിയിലാണ് ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ?
അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ഇതെന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സി കമ്പൈലർ ഇങ്ങനെ വർക്ക് ചെയ്യണം എന്ന രീതിയിൽ കുറേയധികം സ്റ്റാൻഡേർഡ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ആൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറുള്ള വാക്ക് ആൻസി സി ആണ്. ആൻസി സി എന്ന് പറഞ്ഞാൽ സി ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻസി കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അങ്ങനെ ആൻസി കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ആൻസി സി കമ്പൈലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും ആൻസി സി ആണെങ്കിൽ ആ സെറ്റ് ഓഫ് റൂൾസ് അത് ഒബേ ചെയ്തിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ അറിയണ്ട, പക്ഷേ ഫുൾ ഫോം അറിയുക, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, XMLൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എക്സ്റ്റെൻസിബിൾ മീഡിയ ലെറ്റേഴ്സ്, എക്സ്റ്റെൻസിബിൾ മീഡിയ ലാംഗ്വേജ്, എക്സ്റ്റെൻസിബിൾ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, മാർക്കപ്പ് ലാംഗ്വേജ്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ആദ്യമായി അറിയേണ്ടത് എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ചില ഇൻഫർമേഷൻ നമുക്ക് സാധാരണ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് നമ്മുടെ വെബ് പേജിനകത്ത് കാണുമ്പോൾ കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ നമുക്കും വായിക്കാൻ പറ്റും, എന്നാൽ മെഷീനിനും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജാണ് മാർക്കപ്പ് ലാംഗ്വേജ്. വളരെ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ HTML ഡോക്യുമെൻ്റ് ആണ്. HTML ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ സാധാരണ ഒരു ഡോക്യുമെൻ്റ് പോലെ തോന്നുമെങ്കിലും അതിനകത്ത് ഹിഡൻ ആയിട്ട് കുറേയധികം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കണം അല്ലെങ്കിൽ ഇറ്റാലിക്സ് ആക്കണം. ഇത് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് പകരം ബാക്ക്ഗ്രൗണ്ടിനകത്ത് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക. എന്തെങ്കിലും ഹൈപ്പർ ലിങ്ക് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ ഹിഡൻ ആയിട്ട് കൊടുത്തു വെക്കുന്നതാണ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ മാർക്കപ്പ് ലാംഗ്വേജ് തന്നെ പല രീതിയിലുള്ള മാർക്കപ്പ് ലാംഗ്വേജസ് ഉണ്ട്, ഓരോന്നും പഠിക്കാനുള്ളതാണ്. ഈ മാർക്കപ്പ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട 3 എണ്ണം കൂടിയുണ്ട്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എല്ലാവർക്കും അറിയാമായിരിക്കും. SGML എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ്. ആക്ച്വലി SGML ആണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ് HTMLും XMLും XHTMLും എല്ലാം. ഇനിയുള്ളത് XHTML ആണ്. X സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML നമുക്കറിയാം, X എപ്പോഴും എക്സ്റ്റെൻസിബിൾ ആണ്, കൂടിയുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് XHTML. എന്നാൽ XML എന്താണ്? എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. വളരെ എളുപ്പമല്ലേ? അടുത്തത് WMVയുടെ ഫുൾ ഫോമാണ്. WMVയുടെ ഫുൾ ഫോം വിൻഡോ മീഡിയ വീഡിയോ, റൈറ്റ് മീഡിയ വീഡിയോ, റൈറ്റ് മിനി വീഡിയോ, റൈറ്റ് മീഡിയ വിഷ്വൽ, ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിലും ആൻസർ എന്താണ്? വിൻഡോ മീഡിയ വീഡിയോ. വളരെ എളുപ്പമാണ്. വിൻഡോ മീഡിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ കംപ്രഷൻ ഫോമാറ്റാണ്. അടുത്തത് SQLൻ്റെ എക്സ്പാൻഷനാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ് SQLൻ്റെ എക്സ്പാൻഷൻ? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമ്മുടെ ഡേറ്റാബേസിനകത്തു നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റാബേസിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. ഇത് ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈ ലാംഗ്വേജിൽ ചോദിച്ചു കഴിയുമ്പോൾ ഡേറ്റാബേസ് നമുക്ക് ആൻസേഴ്സ് തരും. അടുത്തത് TCPയുടെ ഫുൾ ഫോമാണ്. TCP കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCPയെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കുക. TCP എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് ചെയ്യുന്നത് IP-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. IP മീൻസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IP എന്നല്ലേ നമ്മൾ എപ്പോഴും കാണുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്വീറ്റിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോളാണ്. ഈ TCP എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് കമ്മ്യൂണിക്കേഷന്, ഡേറ്റ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് TCP ഉപയോഗിക്കുന്നത്. എനിക്ക് ഡേറ്റ
ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക്, ഒരു ക്ലയൻറ്റിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് TCP കണക്ഷൻ ഉപയോഗിക്കാം. ഈ TCPയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കണക്ഷനാണ് TCP. ഒന്നുകിൽ നമുക്ക് അവിടെ മെസ്സേജ് കിട്ടി എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് കിട്ടും, ഇല്ലെങ്കിൽ മെസ്സേജ് കിട്ടിയില്ല എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡേറ്റ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ TCPയുടെ വേറൊരു പ്രത്യേകത അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതായത് നമുക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രം പോരാ, അത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടി വേണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഡേറ്റ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ ഇതിനകത്ത് ഫ്ലോ കൺട്രോളും ക്വാളിറ്റി ഓഫ് സർവീസും എല്ലാം തന്നെ TCPയുടെ പ്രത്യേകതയാണ്. അതായത് എവിടെയെങ്കിലും കൺജഷൻ ഉണ്ട്, കൺജഷൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക് കൂടുതലുള്ള സ്ഥലം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ TCP തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രാഫിക് കുറഞ്ഞ സ്ഥലത്ത് കൂടി ഈ ഡേറ്റ പാക്കറ്റിനെ സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നെറ്റ്വർക്കിങ്ങിനകത്ത് പഠിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് PSCക്ക് പഠിക്കേണ്ട കാര്യം TCPയുടെ ഫുൾ ഫോം എന്താണെന്ന് പഠിക്കുക, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആണെന്ന് പഠിക്കുക, TCP ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ ആണെന്ന് പഠിക്കുക. TCP എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അടുത്ത എക്സ്പാൻഷൻ അറിയേണ്ടത് UDPയെ പറ്റിയാണ്. UDPയുടെ എക്സ്പാൻഷൻ എന്താണ്? യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ. യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ നേരത്തെ TCP പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് UDPയും യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ എന്നുള്ള വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിൽ TCPയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, അതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് UDP. യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണക്ഷൻ ലെസ് പ്രോട്ടോക്കോൾ. അതായത് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നില്ല. അതേപോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് റിലയബിൾ. റിലയബിൾ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ അവിടെ എത്തിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് വഴിയൊന്നുമില്ല. അവിടെ എത്തിയാൽ എത്തി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. കണക്ഷൻ ലെസ് പ്രോട്ടോക്കോൾ ആണ്. അതേപോലെ തന്നെ അൺറിലയബിൾ ആണ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ TCPയുടെ പ്രത്യേകത ഇത് വിശ്വസിക്കാം, കണക്ഷൻ ഓറിയൻറ്റഡ് ആണ് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് TCP ഉപയോഗിക്കാൻ പറ്റില്ല. ആ സമയങ്ങളിലാണ് UDPയുടെ ആവശ്യകത വരുന്നത്. UDP എപ്പോഴും ഉപയോഗിക്കുന്നത് റിയൽ ടൈം ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഈ മൾട്ടിമീഡിയ ട്രാൻസ്ഫർ, ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. അടുത്തത് പഠിക്കേണ്ടത് IPയുടെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ പ്രോട്ടോക്കോൾസിനകത്ത് വരുന്ന TCPയും UDPയും കൂടാതെ അടുത്ത് വരുന്ന സെറ്റാണ് IP. IPയുടെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. ഓപ്ഷനകത്ത് ഇൻട്രാനെറ്റ് ഒക്കെ ആയിരിക്കും ആദ്യത്തെ ഓപ്ഷൻ, അതുകൊണ്ട് തെറ്റിപ്പോകരുത്. ഇൻ്റർനെറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിലുള്ള പ്രോട്ടോക്കോളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ പറ്റി പഠിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് എപ്പോഴും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടേം TCP ആണ്. TCP/IP എന്ന് മാത്രമേ നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. അതായത് TCP എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും കൂടി ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ടാണ് ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആവുന്നത്. ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഡേറ്റാഗ്രാം സെറ്റ് ചെയ്യുക, പാക്കറ്റ് സെറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സ് വഴി എവിടെയാണ് റൂട്ടിംഗ് ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അതൊന്നും നമ്മളിപ്പോൾ അറിയേണ്ടത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് അറിഞ്ഞിരിക്കാം. ക്ലാസ് ഇവിടെ തീരുന്നില്ല. ഒരുപാടധികം എക്സ്പാൻഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എല്ലാം കൂടി ഒറ്റ സ്ട്രെച്ചിന് പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.